ബജറ്റ് അവതരണം 9 മണിക്ക് തന്നെ ആരംഭിക്കും. നിയമസഭയിലേക്ക് ധനമന്ത്രി തോമസ് ഐസക് തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം എറണാകുളത്തു നിന്നും കൊച്ചിയിൽ നിന്നും തത്സമയം ശ്രീ KVS ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ KVS, രാവിലെ സംസാരിക്കുമ്പോൾ തന്നെ ധനമന്ത്രി ഓർമ്മപ്പെടുത്തിയത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെയാണ്. ഈവൻ ധനക്കമ്മി പോലും മുൻനിരയിലേക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി പോലും വിറ്റഴിച്ചുകൊണ്ടാണ്. അത്തരത്തിൽ തീർത്തും ജനകീയമല്ലാത്ത പല സാമ്പത്തിക ഇടപെടലുകളും നടത്തി പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ മാത്രം, മാറ്റിയിരിപ്പുകളല്ല, പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടൊരു ബജറ്റ് പ്രഖ്യാപിച്ച പശ്ചാത്തലമൊക്കെ മുൻപിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാനം പറയുന്നത് സാമൂഹിക സുരക്ഷയാണ്, സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതാണ്. ശ്രീ KVS. തോമസ് ഐസക്കിന്റെ നിലപാട് ഞാനും കേട്ടു. അദ്ദേഹത്തിന് പരാതിയുള്ളത് വായ്പ എടുക്കുന്നതിനുള്ള പരിധിയാണ് പ്രധാനമായിട്ടും. കൂടുതൽ വായ്പ എടുക്കാൻ സർക്കാരിനെ അനുവദിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ട് എനിക്ക് തോന്നിയത്. ആ നിബന്ധന കേരളത്തിന് മാത്രമല്ല കേന്ദ്ര സർക്കാരിനും ബാധകമാണ്. അതുകൊണ്ടല്ലേ അപ്പോൾ ഇന്നലത്തെ ബഡ്ജറ്റ് ചർച്ചകളിലൊക്കെ പലരും പറഞ്ഞില്ലേ, അരുൺ ജെയ്റ്റ്ലി തനിക്ക് ബാധകമായിട്ടുള്ള ആ ഒരു വായ്പ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഡെഫിസിറ്റിൻ്റെ പരിധി നിശ്ചയിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ള ഒരു ആക്ഷേപം ഇന്നലെ പല ഭാഗത്തു നിന്നും കേട്ടിരുന്നു. അപ്പോൾ ആ ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും ഉണ്ട്. പക്ഷേ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഡോക്ടർ ഐസക്കിൻ്റെ ബഡ്ജറ്റിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ശരിയാണ്, കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. പക്ഷെ അപ്പോഴും GSTയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യാശ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പലതും കേരളത്തിന് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു 2000 കോടി ഉറുപ്പികയുടെ വലിയ പദ്ധതിയാണ്. ടൂറിസം രംഗത്ത് അനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ വിമാനത്താവളങ്ങൾ, ഹെലിപ്പാഡുകളും ഒക്കെ തന്നെ. അത്തരത്തിൽ അനവധി പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള പദ്ധതികൾ, ഇപ്പോൾ പാവപ്പെട്ടവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതി, വൈദ്യുതീകരണത്തിനുള്ള പദ്ധതി, അഗ്രികൾച്ചർ, അതുപോലെ പട്ടികജാതി വനവാസി മേഖലകൾക്കുള്ള പദ്ധതി, ഇതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു വേണ്ടത്ര ശ്രദ്ധയോടെ കേരളത്തിന് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നത് നോക്കേണ്ടതാണ് എന്നാണ് എനിക്കുള്ള ഒരു നിർദ്ദേശം. അനവധി പദ്ധതികൾ കേന്ദ്രത്തിൻ്റെ ഉണ്ട്. അതിനൊന്നും പണത്തിനും ഇതുവരെ ക്ഷാമം കണ്ടിട്ടില്ല. അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ പോലും കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കിഫ്ബി പോലുള്ള ചില പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചുവെങ്കിലും എനിക്ക് തോന്നണില്ല അത് ഫലപ്രദമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന്. കണക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ആ പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിശ്വാസം ഈ NRIസിന്, നമ്മുടെ വിദേശത്തുള്ള ഇന്ത്യക്കാരെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള പണം കേരളത്തിൻ്റെ വികസനത്തിനകത്ത് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം വിദേശ ഇന്ത്യക്കാരുടെ സ്ഥിതി പല രാജ്യങ്ങളിലും വിഷമകരമാണ്. ജോലി നഷ്ടപ്പെടുന്നു പല ഭാഗത്തും. അവരിൽ പലരും തിരിച്ചു വരുന്നു. അത്തരം ഇപ്പോൾ തോമസ് ഐസക് തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഈ കിഫ്ബിയിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര പണം എത്തിക്കാൻ കഴിയുമോ, അത് നൽകാനുള്ള കപ്പാസിറ്റി നമ്മൾ ഈ പ്രതീക്ഷിച്ച പോലെ NRIസിനുണ്ടോ? NRIസിലെ വൻതോക്കുകളുണ്ടാവും. അവർ രാഷ്ട്രീയ സമ്മർദ്ദവും അല്ലെങ്കിൽ നമ്മുടെ സൗഹാർദ്ദവും ഒക്കെ വച്ചിട്ട് ചിലപ്പോൾ പണം നിക്ഷേപിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ പ്രതീക്ഷ വച്ചിരുന്നത്. വൻതോതിലുള്ള സാധാരണക്കാരായ NRIs ബാങ്കിലിടുന്ന തുക നമുക്ക് കേരളത്തിൻ്റെ വികസനത്തിനായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്നൊരു ചിന്തയാണ് അന്നുണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ പ്രവാസി ചിട്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം പ്രവാസ ലോകത്തുണ്ടായാൽ
ഇതിലേക്കൊക്കെ നമുക്ക് എത്രത്തോളം പണം കണ്ടെത്താൻ പറ്റും എന്നത് സംശയാസ്പദം തന്നെയാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ അനിൽ ബോസ്, നേരത്തെ താങ്കൾ അത് സൂചിപ്പിക്കുകയുണ്ടായി, വികസനം അടക്കമുള്ള വിഷയങ്ങൾ, പല പദ്ധതികളുടെയും ഒരടിപ്പ് അത് പൂർത്തീകരിക്കാനാകുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ. പക്ഷേ ഇവിടെ കാണാതെ പോകാൻ കഴിയാത്ത ചില ഘടകങ്ങളില്ലേ? ഒന്ന്, നമുക്കറിയാം KSRTCയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്നുണ്ടായ ഒരു പ്രതിസന്ധിയല്ല, വർഷങ്ങളായുള്ള ഒരു പ്രതിസന്ധിയാണ്. അത് പരിഹരിക്കുന്നതിന് വലിയൊരു ഇനിഷ്യേറ്റീവ് സർക്കാർ എടുക്കുന്നുണ്ട്. അത് ബാധ്യതയായി തന്നെ, സർക്കാരിന് അത് പൂർണ്ണമായും ബാധ്യത തന്നെയാണ്. പക്ഷെ ആ ബാധ്യത പോലും എടുത്തുകൊണ്ട് അത് കൈകാര്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലായാലും ക്ഷേമ പ്രവർത്തികളുടെ കാര്യത്തിലായാലും അത് അർഹരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ അത് പലയിടങ്ങളിലും പല മേഖലകളിലും അതിനുള്ളൊരു തുടക്കം കുറിക്കാനുള്ളതൊക്കെ സർക്കാരിനായിട്ടുണ്ട്. ഈ വിധത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വലിയ നൂലമാലയിലിടയിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കി എടുക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള സർക്കാർ സ്വാഭാവികമായും അതൊരു വലിയൊരു മുന്നേറ്റമല്ലേ? അത് ആ വിധത്തിൽ കൂടി കാണേണ്ടതല്ലേ ശ്രീ അനിൽ ബോസ്? അല്ല, ഇവിടെ പെൻഷൻ ഗുണഭോക്താക്കൾ നേരത്തെ ഉണ്ടായിരുന്നത് LDFിൻ്റെ നേതൃത്വത്തിൽ CBS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് 12 ലക്ഷം പേരാണ് പിന്നെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുണ്ടായിരുന്നത്. അതിന് വലിയ വർധനമുണ്ടാക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. അത് 34 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ആയി അത് ഉയർത്തി. CPM വന്നപ്പോൾ ആ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനമുണ്ടായി, 42 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നിലവിൽ ഇവിടെ പറഞ്ഞ ഒരു വർക്കല സ്വദേശിയാണ്, അദ്ദേഹത്തെ എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല, അദ്ദേഹം ഈ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പറഞ്ഞു മൾട്ടിപ്പിൾ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ, അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ. അതിനുള്ള ശ്രമമൊക്കെ നടത്തി കുറേ ആളുകളെ ഒഴിവാക്കിയല്ലോ. ഈ കഴിഞ്ഞ മുൻകാലത്ത് പലപ്പോഴും ഇതിൻ്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിൽ വീഴ്ച വരികയും ഒന്നിലധികം ഗുണഭോക്താക്കൾക്ക് ഒന്നിലധികം പെൻഷൻ ഒരേ ആളുകൾക്ക് തന്നെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്, അതിലൊന്നും ഞാൻ എതിർക്കുന്നില്ല. അത്തരം നല്ല കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയം ഏതായാലും ഗവൺമെൻറ്റുകൾ വരണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രാഷ്ട്രീയമായ അഭിപ്രായവും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് പ്രസംഗങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്ന നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റിൽ 13% ഇവിടെ ഭവന നിർമ്മാണ മേഖലയിൽ വിനിയോഗിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകുമെന്ന്. അദ്ദേഹം തന്നെയല്ലേ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ നമ്മുടെ കേരള സംസ്ഥാനത്തെ പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ ശുചിത്വം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചാൽ എത്ര വിനിയോഗിക്കാൻ കഴിഞ്ഞു ശ്രീ ഐസക്കിന്? 23% മാത്രമാണ്. ഇത് എൻ്റെ കണക്കല്ല, ഇത് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ കണക്കാണ്. 23% മാത്രമാണ് 10 മാസക്കാലം പിന്നിടുമ്പോൾ പോലും ശ്രീ തോമസ് ഐസക്കിന് വിനിയോഗിക്കാൻ കഴിഞ്ഞത്. ഓരോ മേഖലയും എടുക്കൂ, ജനങ്ങളെ ബാധിക്കുന്ന മേഖലകളിൽ ഒന്നും തന്നെ. ഇപ്പം അദ്ദേഹം പറഞ്ഞു വലിയ വികസന പദ്ധതികൾ. കഴിഞ്ഞ കാലയളവിലെ കഴിഞ്ഞ 10 മാസത്തെ കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റ് മാത്രം എടുത്താൽ ഒരു വൻകിട പദ്ധതികളും അല്ലെങ്കിൽ ജനോപകാരപ്രദമായ പദ്ധതികളും കൊണ്ടുവന്നില്ല. അതേസമയം തന്നെ സാമൂഹ്യ സുരക്ഷയിൽ ഊന്നൽ നൽകിയുള്ള 1000 രൂപയിൽ നിന്ന് 100 രൂപയുടെ വർധനവ് പെൻഷനിൽ ഉണ്ടായി എന്ന് ഒഴിച്ചാൽ അത് കൃത്യമായി കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. അത് മുടക്കമാണ്. പിന്നെ ഇവിടെ KSRTCയെ പുനരുദ്ധരിക്കാനുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ഇന്നല്ലല്ലോ. KSRTCയെ പുനരുദ്ധരിക്കാൻ വേണ്ടി തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായി ഈ ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷം എല്ലാ ബഡ്ജറ്റിലും അതിന് പ്രത്യേക പ്രാധാന്യം നൽകി എഴുതി വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചു? എന്ത് നടപടിയാണ് ഉണ്ടായത്? കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ അവതരിപ്പിച്ചത് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു? ഗതാഗത മേഖലയിൽ ആകെ മുടക്കാൻ കഴിഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മേഖല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം KSRTC അല്ലേ. അവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആകെ 26%. 26% മാത്രമാണ് തുക വിനിയോഗിക്കാൻ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് മാത്രമാണ് നമ്മൾക്ക് കേൾക്കാൻ. ഇപ്പം ശ്രീ KVS അനുകൂലിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി എന്ന നിലയിൽ പദ്ധതി അവതരിപ്പിച്ചു, കോടിക്കണക്കിന് ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യം. ഇവർ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചാണ് ഗർഭിണികളായ സ്ത്രീകൾക്ക്, പ്രസവിക്കുന്ന കുട്ടികൾക്കെല്ലാം 6000 രൂപ വെച്ച് കൊടുക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ നിന്ന് പിന്നോട്ട് പോയ ആദ്യ പ്രസവത്തിന് മാത്രമേ 6000 കോടി കൊടുക്കൂ എന്ന് പറഞ്ഞതാണ് അരുൺ ജെയ്റ്റ്ലി. അപ്പോൾ ഇതിന് എവിടുന്ന് പണം കണ്ടെത്തും എന്ന് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ഇപ്പോൾ കിഫ്ബി കൊണ്ടുവന്നു. കിഫ്ബിയിൽ നമ്മൾ പണം പ്രതീക്ഷിക്കുന്ന ഒരു ഉറവിടം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസിന് വേണ്ടി എവിടുന്ന് പണം കിട്ടുമെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടില്ല.
അപ്പം ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയിട്ടോ കാര്യമില്ല. അത് എത്രത്തോളം യാഥാർത്ഥ്യ തലത്തിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ നമ്മത്തിരിക്കുന്നത്. തോമസ് ഐസക്കിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിയോജിപ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഒരു ബഡ്ജറ്റിൽ നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പൊതുനന്മയ്ക്ക് ഉപകരിക്കപ്പെടുമെങ്കിൽ തീർച്ചയായും ഉണ്ടാകട്ടെ. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കഴിഞ്ഞ ബജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന്, അതാണ് വികസനം കൂടി ഊന്നി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെയും എനിക്ക് ചോദിക്കാനുള്ളത്, കിഫ്ബിയെ വിലയിരുത്താറായിട്ടുണ്ടോ? ഒന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞതിലേക്ക് കിടക്കാം. കാര്യം വെച്ചാൽ ഈ ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു സാമ്പത്തിക വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാവുന്നത് കുറേ പദ്ധതികളുണ്ടാവും. ചിലതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 years ഉണ്ട് നടപ്പാക്കുന്നത്. അപ്പോൾ വലിയ പദ്ധതികളുണ്ട്, ചെറിയ പദ്ധതികളുണ്ട്. ആ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കുറേ സമയമെടുക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൻ്റെ നടത്തിപ്പ് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ, ചിലപ്പോൾ എക്സിക്യൂഷൻ വരുമ്പോൾ കുറേ നാളുകൾ വരും. അപ്പം എല്ലാം ആ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നുള്ളതാണ് ഒന്ന്. 2, ആ സാമ്പത്തിക വർഷത്തിൽ തന്നെ നടത്തിപ്പിൻ്റെ വിലയിരുത്തൽ വരുന്നത് നമുക്കറിയാം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ മാർച്ചിലാണ്. ഈ എല്ലാ എക്സിക്യൂഷൻ നടന്നതിൻ്റെ പോലും ബില്ല് ഇപ്പോൾ കുറച്ച് ബില്ലിങ് ഒരു സാമ്പത്തിക ഞെരുക്കം പോലെ കുറേ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളത് സത്യമാണല്ലോ. കുറച്ച് ഒരു കൺട്രോൾ വന്നു. അപ്പോൾ ആ കൺട്രോൾ വന്നപ്പോൾ ബില്ല് നടന്നില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതും ഈ കണക്കിൽ വരും. 23% എന്ന് പറയുമ്പോൾ ബില്ല് മാറിക്കഴിയുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ എക്സ്പെൻഡിച്ചറായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കണക്ക് അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് ആ കണക്ക് ശരിയായിരിക്കത്തില്ല എന്നുള്ളതാണ്. വസ്തുതാപരമായി ചിലപ്പോൾ ഇപ്പോൾ ശരിയായിരിക്കും, പക്ഷേ നടത്തിപ്പ് പരിശോധിക്കുമ്പോൾ, എൻ്റെ എക്സിക്യൂഷൻ പരിശോധിക്കുമ്പോൾ ആ കണക്ക് ശരിയാകത്തില്ല. അതിപ്പോൾ കുറച്ചുകൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയത്തുള്ളൂ. എക്സ്പെൻഡിച്ചർ ആയാൽ മാത്രമേ. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബില്ല് എഴുതി ആളിന് പണം കൊടുക്കുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അല്ലാതെ വരുന്നത്. അപ്പം നടത്തിപ്പ് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ ശരിയല്ല. പിന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് നടപ്പാക്കാതെ പോകുന്ന ധാരാളം പദ്ധതികളുണ്ട്. ഞാനിപ്പം എല്ലാ ഗവൺമെൻറ് കാലത്തും ഉണ്ട്. പക്ഷേ അതിഭീമമായ കാലത്ത്, ഐക്യജനാധിപത്യമുണ്ട കാലത്ത് 24/2/2000 ആ ഗവൺമെൻറ് അവസാന വർഷം ഫെബ്രുവരി 24-ന് നക്ഷത്ര ചിഹ്നമിടാത്ത 3175 നമ്പർ ചോദ്യം ശ്രീ കെ ജയചന്ദ്രൻ ചോദിച്ചതാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ചതും നടപ്പാക്കാൻ കഴിയാതെ പോയതുമായ പദ്ധതികൾ ഏതൊക്കെ എന്ന് ശ്രീ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയോട്. അപ്പോൾ അദ്ദേഹം തന്ന മറുപടി മൊത്തം വായിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു 4:1 വലിപ്പത്തിലുള്ള ഒരു പേജിൽ ഏതാണ്ട് 60 പദ്ധതി അങ്ങനെ വെച്ച് കൂട്ടിയാൽ 6 12 ഒരു 140ഓളം പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ രേഖാമൂലം മറുപടി തന്നിരിക്കുകയാണ്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടിയാണ്, അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, അല്ലാതെ വേറെ ആരുടെയും മറുപടിയല്ല. അപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാൻ കഴിയാതെ പോയ പദ്ധതികളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ അദ്ദേഹം പറഞ്ഞ കണക്കുകൾ എക്സിക്യൂഷൻ കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായി വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഫണ്ട് പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വരാതിരിക്കണേ. കിഫ്ബി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവ് വളരെ സരസമായി ആസ്വദിച്ചൊരു കാര്യമായിരുന്നു. കാര്യം വെച്ചാൽ ഈ കിഫ്ബിയെ എന്തോ ഒരു ചീത്തയായിരുന്നു ഞങ്ങളുടെ ബഹുമാനരായ പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിൽ കളിയാക്കി, ആക്ഷേപിച്ച്, അവഹേളിച്ച്, വളരെ മോശമായി, വികൃതമായി ഒക്കെ ചിത്രീകരിച്ചു. അവസാനം ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഈ പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ കൺക്ലൂഷൻ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ആശയമല്ല കിഫ്ബി, ഇത് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വഴി പണം സമാഹരിച്ച് പ്രശ്നം പരിഹരിക്കും, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്ന് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വാചാലനായി അതിൻ്റെ പേജുകൾ ഉദ്ധരിച്ചത് ശരിയാണ്, കറക്റ്റുമാണ്, വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞത് കള്ളത്തരമൊന്നുമല്ല, വസ്തുതയാണ്. അപ്പോൾ ആ ആശയം നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന മറുപടി അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ ഉണ്ട്, എൻ്റെ കയ്യിലോട്ട് രേഖ, നിയമസഭാ ചോദ്യോത്തരം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതോടുകൂടി ഈ ചീത്ത പറഞ്ഞവരെല്ലാം വളരെ കുറേ നേരം ഈ മരണ വീട്ടിലിരിക്കുന്ന പോലെ വളരെ തലയും കുനിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവസാനം അവർ പിന്നെ പറഞ്ഞത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഈ വിമർശനങ്ങളെല്ലാം ഇതോടുകൂടി പിന്നെ പറയാനുള്ളത് ഇത് നടപ്പാക്കുന്ന രീതിയെക്കുറിച്ചായി. ഞാൻ പറഞ്ഞത് നമുക്ക് വായ്പ എടുക്കുന്നതിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്.
സെൻട്രൽ ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞ് കറക്റ്റായിരിക്കും നേരത്തെ. പക്ഷേ ആ പരിധി നിശ്ചയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ പിന്നെ നമുക്ക് എവിടുന്ന സോഴ്സ്, ആ സോഴ്സാണ് ഇതുവഴി കണ്ടത്. ഇപ്പം നമുക്ക് പെട്രോളിൻ്റെ മറ്റിതിൻ്റെയൊക്കെ പല കിബിയിലേക്ക് ഒരു ഓട്ടോമാറ്റിക് ഫ്ലോയിലൂടെ വരുമെന്ന് കരുതിയിരുന്ന കുറേ ഫണ്ടുകളുണ്ട്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. പ്രവാസി ചിട്ടി എന്ന് പറയുന്നത് കറക്റ്റാണ്. പ്രവാസി ചിട്ടി നമ്മളൊരു പ്രതീക്ഷിത വരുമാനമാണ്. 10,000 കോടി രൂപ അതിൽ നിന്ന് സമാഹരിച്ചെടുത്ത് 2 പ്രധാനപ്പെട്ട KSFE വഴിയുള്ള 2 പ്രധാനപ്പെട്ട പിന്നെ മലയോര പാതയും അതുപോലെ തീരദേശ പാതയും 6,000 കോടി രൂപയാണ് 2 പാതകളിൽ ചെലവഴിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നല്ലൊരു ഇടപെടൽ നടന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാവരും എല്ലാ മണ്ഡലങ്ങളിലും പ്രവാസികളുടെ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി അവരോടെല്ലാം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ബാങ്കുകളിൽ ഇടുന്നതിന് പകരം നിങ്ങൾ ഇവിടെ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് ഒരു പരിധിയോളം വരുമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രോജക്റ്റുകൾക്ക് തടസ്സമില്ല. ഞാൻ പറഞ്ഞത് ഇത് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക്, ഇതിൻ്റെ പേയ്മെൻറ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഈ പണം കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പാലം നിർമ്മിക്കണമെന്നുണ്ട്. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ, കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും നീളം കൂടിയ പാലങ്ങൾ ഒരെണ്ണം നീളമുള്ള പാലം ഒന്നാമത് ചിലപ്പോൾ എൻ്റെതാകാൻ സാധ്യതയുണ്ട്. 1 കിലോമീറ്ററും 200 മീറ്ററും വരുന്നൊരു പാലമാണ് പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലം. 100 കോടി രൂപയാണ്. ചിലപ്പോൾ 100 കോടി നിൽക്കത്തില്ല, ഒരു 250 കോടിക്കൊക്കെ പോയേക്കാം. ആ പാലം നിർമ്മിക്കുന്നതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ DPR, ഇതിൻ്റെ ഡിസൈന് പിന്നെ എല്ലാം തയ്യാറാക്കി അത് KP ബോർഡ് അംഗീകരിച്ച് ടെൻഡർ ചെയ്ത് കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്ത് വരുമ്പോൾ ഒരു 3 കൊല്ലം എടുക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുക 2011 ശ്രീ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റ് 2011 പുതുക്കിയ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച 2 പാലങ്ങളിൽ ഒരെണ്ണം എൻ്റെ മണ്ഡലത്തിലാണ്. അതിൽ ഒരെണ്ണം 49 കോടി രൂപയ്ക്കുള്ളത് തീർന്നു, ഒരെണ്ണം 100 കോടി രൂപ കണക്കാക്കിയ പാലമാണ്. ആ പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പം ഈ ഒരു നടക്കുന്നേ ഉള്ളൂ. ഇനി അത് പൂർത്തീകരിക്കണമെങ്കിൽ 2 കൊല്ലം കൂടി ഏറ്റവും മിനിമം 2 കൊല്ലം കൂടി എടുക്കും. അപ്പോൾ 7 കൊല്ലമാണ്. ഞാൻ പറഞ്ഞത് ഈ ഇദ്ദേഹം പറയുന്ന വിമർശനം എന്ന് പറയുന്നത്, അപ്പോൾ ഇനി പേയ്മെൻറ്റ് ആരാ കൊടുക്കുന്നത്? ആ ഗവൺമെൻറ് പ്രഖ്യാപിച്ച് വെച്ച് പോയ പദ്ധതിയാണ്. പേയ്മെൻറ്റ് ആര് കൊടുക്കും? ഈ ഗവൺമെൻറ് കൊടുക്കണം. UDF ഗവൺമെൻറ് പദ്ധതിയുടെ പൈസ LDF ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂവേഷൻ ആണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ആണ്. സ്വാഭാവികമായും അത് കൊടുക്കേണ്ടിയും വരും. അതിലിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഞാനൊരു ഇടവേളയിലേക്ക് കൂടെ പോയ ശേഷം വളരെ വേഗം തിരികെ എത്താം. ഇടവേളയിലേക്ക് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. പ്രൊഫസർ ഗംഗാധരൻ, പക്ഷേ അദ്ദേഹം സംസാരിച്ച ഒരു വിഷയം, പ്രവാസി ചിട്ടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ് വളരെ പൂർണ്ണമായിട്ട് ശരിയാണ്. ഞാൻ പിന്നെ ഒരുപാട് പ്രവാസി ബന്ധു സംഗമങ്ങളിൽ പങ്കെടുക്കുകയും സംഗമങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അത് KSFEയുടെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയ്ക്കാണ് ഞാനത് മക്കൾക്ക് നിർവഹിച്ചത്. 9 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തീരദേശ റോഡും അതുപോലെ തന്നെ മറ്റു വേറൊരു ഈ ഇതുൾപ്പെടെ ചില ജില്ലകൾ അതിലും പെടും, 9 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേ, ഇത് രണ്ടും വന്നു കഴിയുമ്പോൾ ആ പ്രദേശങ്ങളുടെ സമഗ്രമായിട്ടുള്ള വികസനം അത് സാധ്യമാക്കും. കാരണം ഒരു വളരെ വിപുലമായിട്ടുള്ള വീതിയുള്ളൊരു നല്ലൊരു റോഡ് വരിക എന്ന് പറഞ്ഞാൽ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ പിന്നെ വ്യാപാര പ്രവർത്തനങ്ങൾ, ഉൽപാദന പ്രവർത്തനങ്ങൾ, ഈ റോഡെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നടന്നു പോകാനും പിന്നെ വാഹനം ഓടിക്കാനും മാത്രമല്ല, ഈ ആ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന അത് തീർച്ചയായിട്ടും കഴിഞ്ഞ ബജറ്റിൽ പിന്നെ ഡോക്ടർ തോമസ് ഐസക് നിർദ്ദേശിച്ചത് 1 ലക്ഷം പേരെ പ്രവാസി ചിട്ടിയിൽ ചേർക്കാനാണ്. പിന്നീട് തോമസ് ഐസക് നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടെ പോയ ശേഷം എത്താം. 9 മണിയോടുകൂടി നിയമസഭയിൽ സഭാ നടപടികൾ ആരംഭിക്കും. ബജറ്റ് അവതരണം ആരംഭിക്കും. അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീ തോമസ് ഐസക്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം സംസ്ഥാന ബജറ്റിനെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്ത് പരിഹാരമാകും ബജറ്റ് നിർദ്ദേശിക്കുന്നത്, ബജറ്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനമായും ഉള്ളത്. കൂടുതൽ വരുമാനം കണ്ടെത്തിക്കൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ശ്രമമായിരിക്കും ബജറ്റ് നടത്തുക എന്ന സൂചന ആദ്യം തന്നെ ധനമന്ത്രി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രധാനമായും അങ്ങനത്തെയുള്ള കാര്യങ്ങളായിരിക്കും ബജറ്റ്. അതിലേക്ക് തിരികെ എത്താം. ധനമന്ത്രി നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. 9 മണിയോടുകൂടി തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. ഏതായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം കിഫ്ബിയുമായി ബന്ധപ്പെട്ട്
റോഡ് വികസനവുമായി ഞാൻ പറഞ്ഞത് പിന്നെ കഴിഞ്ഞ ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് നിർദ്ദേശിച്ചത് 1 ലക്ഷം പേരെ പ്രവാസി ചുറ്റി ചേർക്കാനാണ്. പിന്നീട് അത് പിന്നെ ഭേദഗതി ചെയ്ത് 10 ലക്ഷം പേരെ ചേർക്കാനാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രവാസികൾക്ക് നേരിട്ട് ഒന്നിവിടെ ശ്രീ ആരിഫ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിലവിലുള്ള സംവിധാനം നമ്മുടെ കൂടുതൽ സുരക്ഷിതമായ ഒരു സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ ഒരു ബോധവൽക്കരണമായിരിക്കും അതിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു വിഷയം. അല്ല, ഞാൻ പറഞ്ഞത് ഈ പ്രവാസികളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ, നല്ല പ്രോത്സാഹനമാണ് ഈ കാര്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ KSFE ഡയറക്ടർ ബോർഡിൽ MD ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ദുബായ് ഉൾപ്പെടെയുള്ള സന്ദർശിക്കുകയും അവിടെയുള്ള മലയാളികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നല്ല സ്വീകരണമാണ്. അപ്പോൾ കിഫ്ബി സമാഹരണം നടത്തുന്ന പോലെ തന്നെ KSFE ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വായ്പ സമാഹരിക്കാനുള്ള ഗവൺമെൻറ് ശ്രമം അത് ഫലപ്രദമാകും, നന്നായിട്ട് നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഞാൻ. ഒരു വിഷയമുള്ളത്, നമ്മൾ ഈ പ്രവാസി മേഖലയിലെ ഇപ്പം ശ്രീ അൽബോസും KVS ഒക്കെ സൂചിപ്പിച്ചൊരു പ്രവാസി മേഖലയിൽ നിലവിലുള്ളൊരു ആശങ്ക, ഈ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ഉള്ള പ്രതിസന്ധി ആയാലും ഒക്കെ ഉള്ളൊരു ആശങ്ക ഈ പ്രവർത്തനത്തെ ഏതെങ്കിലും ഇതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്താണല്ലോ കേരള സർക്കാർ സംഘടിപ്പിച്ച പ്രവാസി പിന്നെ സംഗമം അല്ലേ, ലോക കേരള സഭ, സംഗമൊന്നല്ല ലോക കേരള സഭ, MLA-മാരും പ്രവാസി സംഘടനകളെല്ലാം ഉൾക്കൊള്ളുന്ന വിപുലമായിട്ടൊരു സമ്മേളനം കേരള സർക്കാർ സംഘടിപ്പിക്കേണ്ടത്. സാധാരണ ഈ പ്രവാസികളെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം പിരിക്കാനുള്ള ഒരു സോഴ്സ് നിലയ്ക്കാണ് പലപ്പോഴും പ്രവാസികളെ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും ഒന്നും പരിഹരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് തുടർന്ന് വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാനും അത് ബന്ധപ്പെട്ട ആളുകളുടെ ചെവിയിൽ എത്തിക്കാനും ഉള്ള ശ്രമം നടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പ്രവാസികളുടെ സംഭാവന കേരളത്തിൻ്റെ വികസനത്തിൽ ഉറപ്പുവരുത്തുന്നതിൽ ആ ഒരു ശ്രമം ഫലപ്രദമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞാൻ അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളത്, നിയമസഭയിലേക്ക് എത്തേണ്ട തിരക്കുള്ളതുകൊണ്ട് ഏതായാലും ഇവിടെ സ്വാഭാവികമായും ഉയരാൻ പോകുന്ന പ്രധാന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വികസനവുമായി ബന്ധപ്പെടുത്തി തന്നെയായിരിക്കും. ഇത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടെ KVS പറഞ്ഞൊരു KVS ആണെന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞൊരു പ്രധാന വിഷയം കട മേടിക്കാനുള്ള പരിധി ഉയർത്തുക എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്ന തരത്തിലൊക്കെ തന്നെ. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? അല്ല, അത് കുറെ കാലമായി സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണമെന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റുകളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ധനവിനിയോഗ ഉത്തരവാദിത്ത സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അതീവ ഭീമമായ കടമെടുക്കലിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ രാജ്യം വലിയ കടക്കണിയിലേക്ക് പോകും, സംസ്ഥാനങ്ങൾ കടക്കണിയിലേക്ക് പോകും, തിരിച്ചടവിന് പ്രയാസം നേരിടും. അതിൻ്റെ പ്രതിസന്ധി മുഴുവൻ ജനങ്ങളുടെ മേൽ ഭാരമായി മറ്റു രൂപത്തിൽ പ്രതിഫലിക്കും. ഈ കണക്കിലൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സമ്പത്ത് മുഴുവൻ കേന്ദ്രത്തിൽ കുന്നുകൂടുകയും സംസ്ഥാനങ്ങൾ പാപ്പരീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒന്നുകിൽ സംസ്ഥാനങ്ങളെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കണം. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വന്തം നിലയിൽ വായ്പയെടുത്ത് ആ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഏതെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് പരിശോധിച്ചുകൊണ്ട് അതിന് അവസരം നൽകുകയും ചെയ്യുക എന്നതായിരിക്കണം സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നൊക്കെ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ആ പദ്ധതികൾക്കെല്ലാം നമ്മൾ മാച്ചിങ് എമൗണ്ട് വെക്കണം. ഒരെണ്ണം പോലും ഫ്രീ ഇല്ലേ? ഇപ്പോൾ അത് നോക്കണം. എല്ലാ പദ്ധതികളും സ്റ്റേറ്റുകൾക്ക് വരുമ്പോൾ SSA 65-35 ഇപ്പോൾ 50-50 ആക്കി. ഈ ഓരോന്നിനോരോന്ന് നോക്കുമ്പോൾ ഇതിനെല്ലാം മാച്ചിങ് വെക്കണം. വളരെ അപൂർവം ചില പ്രോജക്റ്റുകൾക്ക് മാത്രമാണ്. ഇപ്പോൾ IAY പദ്ധതിയായാലും അതിനെല്ലാം സ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റുകൾ കൂടി വെക്കണം. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും വെക്കണം. എത്ര രൂപ വെച്ചോ അതിൻ്റെ സ്റ്റേറ്റ് മാച്ചിങ് എമൗണ്ട് വെക്കണം. അപ്പോൾ ആ എമൗണ്ട് വെക്കാൻ സംസ്ഥാനങ്ങൾ പ്രാപ്തമാകട്ടെ. അപ്പോൾ സംസ്ഥാനങ്ങളെ കൂടി പ്രാപ്തമാക്കുന്ന നിലയിലേക്ക് മാറിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾ പാപ്പരീകരിക്കപ്പെടും. സെൻട്രൽ പ്രോജക്റ്റുകൾ ഇങ്ങനെ നിൽക്കും അന്തരീക്ഷത്തിൽ. ആ നിലയിലേക്ക് മാറും. അതുകൊണ്ട് എല്ലാ ധനകാര്യമന്ത്രിമാരും എല്ലാ സ്റ്റേറ്റുകളും ഇൻക്ലൂഡിങ് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളും ആവശ്യപ്പെടുന്നത് അവർക്ക് കുറച്ചുകൂടി ഉള്ള സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ളതാണ്. ആ നിലയിലേക്കുള്ള ഒരു അപ്രോച്ച് വേണം എന്ന് തന്നെ ദീർഘകാലമായി കേരളം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോഴും പരിഗണിക്കുന്ന ഒരു പ്രതീക്ഷ കാണുന്നില്ല. വളരെ നന്ദി ശ്രീ ആരിഫ് MLA. ഏതായാലും അദ്ദേഹം നിയമസഭയിലേക്ക് പോവുകയാണ് ബജറ്റ് നേരിട്ട് കേൾക്കാൻ വേണ്ടി. ഏതായാലും വളരെ നന്ദി. വരുമാനം കൂട്ടുന്ന കാര്യം പറഞ്ഞു. വരുമാനം കൂട്ടുന്നത് റിയൽ ആയിട്ടുള്ള വരുമാനം അല്ലാതെ എഫക്റ്റീവ് റവന്യൂ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എഫക്റ്റീവ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവുകൾ നിയന്ത്രിച്ചും
ചെലവുകൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചും അല്ലെങ്കിൽ തന്നെ എന്താണ് വേണ്ടാത്ത സ്ഥലത്തുള്ള ചെലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എഫക്റ്റീവ് റവന്യൂ കൂട്ടാൻ പറ്റും. അങ്ങനെയുള്ള റവന്യൂ കൂട്ടിയാണ് എടുക്കേണ്ടത്. 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, നമ്മുടെ 3 സ്ഥാപനങ്ങളുണ്ട്, കേരള വാട്ടർ അതോറിറ്റി, KSEB, KSRTC. ഇതിൻ്റെ 3ൻ്റെയും റീസ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ ചെലവുകൾ കുറച്ചാൽ തന്നെ, അതിൻ്റെ ചെലവുകൾ ഏകീകരിപ്പിച്ചാൽ തന്നെ ഏകദേശം 2000 കോടിയോളം രൂപ ഗവൺമെൻറ്റിന് ലാഭം പിടിക്കാമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ആലോചിക്കണം, 34,000 കോടി രൂപയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിൽ 2000 കോടിയോളം രൂപ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് നഷ്ടവും ഇത് മാത്രം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇപ്പോൾ KSRTC നമ്മൾ നോക്കിയാൽ KSRTC ഇപ്പോഴും ഗ്രാൻഡ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് ആൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് പെൻഷനും മറ്റും ഗ്രാൻഡ് നമ്മളത് കൊടുക്കണം. പെൻഷനൊക്കെ നമ്മൾ കൊടുത്തു തന്നെ വേണം, അത് പ്രോമിസാണ്, അവർ കൊടുക്കണം. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു KSRTC ബസ് ആളില്ലാതെ പോകുന്ന കണ്ടിട്ടുണ്ടോ? നിറച്ച് ആൾ പോകുന്നുണ്ട്, KSRTC ബസ് ഓടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് എൻ്റെ KSRTC ബസ്സിന് ഇത്ര നാളായിട്ടും ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് IIT മദ്രാസിൻ്റെ പ്രൊഫസറായിട്ടുള്ള. അപ്പോൾ അദ്ദേഹം വെച്ച കമ്മിറ്റി വെച്ചുകൊണ്ട് റീസ്ട്രക്ചറിങ്, അതിൻ്റെ സാലറി സ്ട്രക്ചറിങ് എല്ലാം മാറ്റം വരുത്തണം, എന്നാൽ മാത്രമേ പറ്റൂ. വാട്ടർ അതോറിറ്റി അദ്ദേഹം സൂചിപ്പിക്കരുത്, അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, വാട്ടർ റൈറ്റ് ടു വാട്ടർ ആണ്, എല്ലാവർക്കും വാട്ടർ കൊടുക്കണം. പക്ഷേ 1000 ലിറ്ററിന് 10 രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ട് വാട്ടർ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ വാട്ടർ വെള്ളം ഉപയോഗിക്കുന്നത് തന്നെ വേസ്റ്റ് ആവും. കൂടാതെ തന്നെ എന്താണ്, വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ള കാലത്ത് ആൾക്കാർ പല രീതിയിൽ വേസ്റ്റായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് വരുമാനം കിട്ടുന്നില്ല. ഇനിയൊരു കാര്യം നോക്കൂ, കേരള സർക്കാരാണ് ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻസും ഭൂമികളും ഓണായിട്ടുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് സർക്കാർ, വൺ ഓഫ് ദ ഹയസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏത് സർക്കാരിനേക്കാളും ഏതൊരു സർക്കാരിനോടൊപ്പം ഏറ്റവും കൂടുതൽ ഭൂമികളും പ്ലാന്റേഷൻസും ഇതൊക്കെ ഉള്ളത് കേരളത്തിൻ്റെ സർക്കാരാണ്. ഇതിൽ നിന്നൊക്കെ എന്ത് വരുമാനമാണ് ഗവൺമെൻറ് കിട്ടുന്നത്? 10 കോടിയിൽ താഴെയാണ് വരുമാനം ആനുവലി കിട്ടുന്നത്. ഇതെല്ലാം റീസ്ട്രക്ചർ ചെയ്യണം, ഇതിൻ്റെ എല്ലാം എമൗണ്ടുകൾ മാറ്റണം, കേരള ഗവൺമെൻറ് കീഴിൽ കൊണ്ടുവരണം, ഇതെല്ലാം കണ്ടെത്തണം. നമുക്ക് റവന്യൂ എന്ന് പറഞ്ഞ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാം ജോലി എന്താണ്? ഇവരിത് കണ്ടെത്തണം. കണ്ടെത്തിയതിന് ശേഷം ഈ ഫണ്ട് പാട്ടത്തിന് കൊടുത്ത 99 രൂപയ്ക്ക് 100 ഏക്കർ കൊടുക്കുന്നു, 199 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇത് മാറ്റി നമ്മൾ ഗവൺമെൻറ് വരുമാനം കൊണ്ടുവരണം. ഗവൺമെൻറ് ഓഫീസുകൾ നേരത്തെ സൂചിപ്പിച്ചു, പല സ്ഥലത്തും ഓഫീസുകൾ പൂട്ടിയിട്ടിരിക്കുക, പുതിയ ഓഫീസുകൾ കെട്ടി പൂട്ടിയിട്ടിരിക്കുക. ഇതിനെല്ലാം റീഫോർമുലേറ്റ് ചെയ്യണം, പല ഡിപ്പാർട്ട്മെൻറ്റിന് മാറ്റി കൊടുക്കണം. സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് തസ്തികകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഏത് തസ്തിക സൃഷ്ടിക്കേണ്ട? പുതിയ യുവാക്കൾക്ക് ജോലി കൊടുക്കാനുള്ള തസ്തികയാണ് സൃഷ്ടിക്കേണ്ടത്, അത് സൃഷ്ടിക്കണം. അല്ലാതെ പ്രൊമോഷന് വേണ്ടി തസ്തികകൾ സൃഷ്ടിച്ച് പണം കൂടുതൽ കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ യുവാക്കൾക്ക് ജോലി കൊടുക്കാനുള്ള പുതിയ തസ്തികകൾ തീർച്ചയായിട്ടും സൃഷ്ടിക്കണം. അത് നമ്മളെന്താണ് തസ്തികകളും എംപ്ലോയ്മെൻറ്റും പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഹെൽത്തും എഡ്യൂക്കേഷനും എടുക്കും. സാറന്മാർ കൂടുതലാണ്, ഡോക്ടേഴ്സ് കൂടുതലാണ്, നഴ്സസ് കൂടുതലാണ്. അല്ല, ഈ 2 മേഖലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിന് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. സാറന്മാരെ പിരിച്ചുവിടുക അല്ല ചെയ്യുന്നത്. ഉടനെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഉയർത്തും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 30-ൽ താഴെയൊക്കെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം നിന്നതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വന്നത്. അവിടെ അല്ല ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അത് നമ്മൾ അപ്രോച്ചിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. എനിക്കൊന്ന് ഈ ഗവൺമെന്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്, അപ്രോച്ചിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. KVS ഇവിടെ സൂചിപ്പിച്ചത് ഈ കിഫ്ബിയെ കുറിച്ചുള്ള ഒരു പ്രീമച്യൂർഡ് സ്റ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റിക്ക് 2064 കോടിയുടെ പദ്ധതികളാണ് ഒന്നാം ബഡ്ജറ്റിൽ തന്നത്. ഇപ്പോൾ അതിനകത്ത് 1257 കോടിയുടെ പദ്ധതികൾക്ക് ASI അതിനകത്ത് 56 പാക്കേജായിട്ട് ടെൻഡർ ചെയ്യുന്ന സ്റ്റേജ് വന്നു. നമ്മളിവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ OECFന്റെ നേതൃത്വത്തിലാണ് അന്ന് 1984 ജിക്ക പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്ന എപ്പോഴാണ്? 2007 ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം 68 സ്റ്റാഫിന് അഡീഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ട് 2012 കൂടി ഒരു പദ്ധതി ഒഴിച്ചു, അതായത് നമ്മുടെ കോഴിക്കോട് പദ്ധതി ഒഴിച്ച് ബാക്കിയെല്ലാം ഇനാഗുറേറ്റ് ചെയ്യാൻ സാധിച്ചു 5 വർഷം കൊണ്ട് തന്നെ. അപ്പോൾ ഒരു പദ്ധതിയെ വിലയിരുത്തുമ്പം അതിൻ്റെ പ്രീമച്യൂർഡ് സ്റ്റേജിൽ നിന്ന് വിലയിരുത്തുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് സോഴ്സിലെ ഇതുപോലുള്ള സർവീസ് സെക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പിന്നെ ഇദ്ദേഹം സൂചിപ്പിച്ച മാതിരി, ഷാജി സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പോൾ സ്ഥാപനത്തിന് ഈ കുറേ ദുർമേധസ്സുണ്ട് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യണമെന്ന് പറയുന്നതിനോട് 100% യോജിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വാട്ടർ സെക്ടർ എന്ന് പറയുന്നത് ഒരു വാട്ടർ ജന്മാവകാശമാണ്. ആ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുള്ളൂ. അതൊരു പ്രൈസ്ലെസ്സായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു, അത്രത്തോളം നന്നായിരിക്കും. കാരണം നമുക്കിപ്പോൾ 20 ലക്ഷം കണക്ഷൻസ് വാട്ടർ അതോറിറ്റിക്കുണ്ട്, അതിനോടൊപ്പം 2 ലക്ഷത്തോളം സ്ട്രീറ്റ് ടാപ്സുകളുണ്ട്. ഈ സ്ട്രീറ്റ് ടാപ്പ് ആരെയാണ് ആശ്രയിക്കുന്നത്? സാധാരണ ജനം ആശ്രയിക്കുന്നതാണ്. അവിടെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെ ഒരു കൊമോഡിറ്റി വൽക്കരണം അവിടെ അപ്രാപ്യമാണ്. ഇന്നും SEP കോളനികളാവട്ടെ എവിടെയൊക്കെ തന്നെയും ഇന്നും വാട്ടർ അതോറിറ്റി എത്തേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയെ കണ്ടുകൊണ്ടാണ് ആ സ്ഥാപനം നിൽക്കേണ്ടത്. ഇവിടെ ഏറ്റവും വരുന്ന ദുരവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് നിൽക്കുന്ന ഈ ജലനിധി പോലുള്ള പദ്ധതികൾ വരുമ്പോൾ ഇന്നത്തെ ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൽ അവരെടുത്തിരിക്കുന്ന നിലപാട് അവർ കണക്ഷൻ കൊടുക്കുന്നിടത്ത് വാട്ടർ അതോറിറ്റി കണക്ഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നുണ്ട്.
ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ നോൺ പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ 1200 കോടിയോളം രൂപയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ചിലവാകുന്നത്. അതിനകത്ത് 300-400 കോടി മാത്രം 318 കോടിയാണ് ഗവൺമെൻറ് അലോക്കേഷൻ തരുന്നത്. പിന്നെ വരുന്നത് 540 കോടി എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി തന്നെ കണ്ടെത്തുകയാണ്. ആ വാട്ടർ അതോറിറ്റി കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കണക്ഷൻസ് കൂടണം. ആ കണക്ഷൻസ് കൂടുന്ന ഭാഗങ്ങളിൽ ജലനിധി പോലുള്ള പദ്ധതികൾ വരുമ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് എന്നുള്ള വ്യാഖ്യാനത്തിലാണ് വരുന്നത്. പക്ഷെ അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? സാധാരണ ജനം അവിടെ അന്യമാകുകയാണ്. അപ്പോൾ മാത്രമല്ല വാട്ടർ അതോറിറ്റിക്ക് അവിടെ കണക്ഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ ചീക്കോട് ഭാഗത്തുണ്ടാകുന്നുണ്ട്, പത്തനംതിട്ട ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്നതാണ്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടണം. കാരണം കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ നിന്നാൽ മാത്രമേ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടിവെള്ള മേഖല സ്വകാര്യവൽക്കരിക്കാതിരിക്കാനപ്പോൾ. പക്ഷേ ജലനിധിയെ പോലുള്ള സമ്പ്രദായങ്ങളോട് വരുമ്പോൾ തീർച്ചയായിട്ടും നടക്കുന്നത് അത് മറ്റൊരു സ്വകാര്യവൽക്കരണമാണ് സംഭവിക്കുന്നത്. അതിനെ അത് ജനങ്ങളെ ബാധിക്കുന്നു, സ്ഥാപനത്തെ ബാധിക്കുന്നു, പൊതുജനത്തെ ബാധിക്കുന്നു. അത് ഒരു യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഞാനൊരു ഇടവേളയിലേക്ക് കൂടെ പോയ ശേഷം വളരെ വേഗം എത്താം. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. എന്നാലും ഇനി 5 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ ധനമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ സമ്മേളനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു. 9 മണിയോടുകൂടി ബജറ്റ് അവതരണം ആരംഭിക്കും എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശ്രീ KVS ഒരിക്കൽ കൂടി പോവുകയാണ്. നിരവധിയായ കാര്യങ്ങൾ ഇവിടെ ശ്രീ AM ആരിഫ് അടക്കമുള്ളവർ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഒരുപക്ഷെ ആ ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് നമ്മളുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ശ്രീ KVS. അല്ല സ്വാമി, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം പരിമിതികളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിൽ ആരെയും കുറ്റപ്പെടുത്താതെ അവനവൻ്റെ ടർഫിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് നോക്കുക എന്നതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു തോമസ് ഐസക്കിന് കഴിവില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകളുമുണ്ട്. അത് പ്രയോജനപ്പെടുത്തും എന്ന് കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ഉദ്യമങ്ങൾ ഉണ്ടാകണം. അതിന് ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ചില ശ്രമങ്ങൾ വേണം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ പദ്ധതി. ഇപ്പോൾ ആരിഫ് എന്നെ സൂചിപ്പിച്ചു, ഒരു പാലം വന്നാൽ തീരുന്നത് 7 വർഷം കൊണ്ടാണ്, അല്ലെങ്കിൽ 10 വർഷം കൊണ്ടാണ്. ഇപ്പം നമുക്ക് അതിനൊക്കെ നമ്മുടെയൊക്കെ മുമ്പിൽ ചില ഉദാഹരണങ്ങളുണ്ട്. നമ്മളൊക്കെ ഒരു പുതിയ ദിശാബോധം നൽകിയതാണ് ഇപ്പോൾ കൊച്ചി മെട്രോവിൻ്റെ പ്രവർത്തനം. വേണമെന്ന് വിചാരിച്ചാൽ പലതും നമുക്ക് സമയബന്ധിതമായിട്ട് വളരെ കാര്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്ന സംഭവങ്ങളാണിതൊക്കെ. അത്തരം കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പ്രവർത്തന ശൈലി കേരളത്തിലില്ല, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലില്ല. അതാ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കുറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കാഴ്ചപ്പാട്, ആ ദിശാബോധം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ആവശ്യം. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്, ഭരണത്തിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ദിശാബോധം കൊടുക്കാനും കാര്യക്ഷമത ഉറപ്പുവരുത്താനും സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തിയിലും അത് കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ആ തരത്തിലുള്ള ചില ശ്രമങ്ങളും കൂടി ഈ വെറും കണക്ക് പുസ്തകം അല്ലാതെ ചില ദിശാബോധങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളും കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നാണ് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികളുടെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും സംസ്ഥാനത്തിന് നിരവധിയായ വിഷയങ്ങൾ സംസ്ഥാനത്തിന് മുൻപിലുണ്ട്. അത് സമാന്തരമായി ആ പദ്ധതിക്കൊപ്പം ചേരേണ്ട വലിയൊരു ബാധ്യത സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒപ്പം എന്നാൽ വലിയ സാമ്പത്തിക നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ഇത്തരം ഘടകങ്ങളൊക്കെ ഇല്ലേ അവിടെ? പലപ്പോഴും ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ, കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ സംസ്ഥാനങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നൊരു കാര്യം കൂടി വിലയിരുത്തി വേണ്ടേ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ? KVS. അല്ല, ഈ കേന്ദ്ര പദ്ധതിയിൽ 100% ഉള്ളത് എനിക്ക് തോന്നണേല ഒന്നും ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ 70%, 75% ഒക്കെ കേന്ദ്രം പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയിൽ ഇപ്പോൾ ഭവന നിർമ്മാണം പാവപ്പെട്ടവർക്കായിട്ട്, തൊഴിലുറപ്പ് പദ്ധതി, അതെനിക്ക് തോന്നുന്നു അബൌട്ട് 90% കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. അങ്ങനെയുള്ള പദ്ധതികളുണ്ട്. പക്ഷെ അതുപോലും നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ദേശീയപാത വികസിതി ഒന്ന് ആലോചിച്ച് നോക്കൂ സൗമ്യ. 1000 കോടി ഉറുപ്പിക കേരളത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു, ലാൻഡ് അക്വസിഷന് വേണ്ടിയിട്ടാണ്. അത് നടന്നാൽ കേരളത്തിൻ്റെ എക്കണോമിയിൽ ഉണ്ടാകാവുന്ന ബൂസ്റ്റ് എന്താകുമായിരുന്നു? ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്നു, അതിൻ്റെ രജിസ്ട്രേഷൻ, ആ തരത്തിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് പൈസ വരുന്നു. അതിൻ്റെ നികുതി പണം കേരളത്തിന് കിട്ടില്ലേ?
റോഡ് വികസനം വന്നാൽ ആ തരത്തിൽ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പണം എത്ര കോടി ഉറുപ്പിക വരുമായിരുന്നു. അപ്പോൾ അതൊന്നും ഫലപ്രദമായിട്ട് കാരണം അവിടെയൊക്കെ വരുന്ന പ്രശ്നം ബോട്ടിൽ നെക്സ് ഉണ്ടാകുന്നു. സ്ഥലം ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഗവൺമെൻറ്റിന്. അത് ഇന്നലെ തുടങ്ങിയതല്ല, അനവധി വർഷമായിട്ടുണ്ട്. കാരണം അവിടെ അൺപ്ലസൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു ഗവൺമെൻറ്റിന് പലപ്പോഴും. അതാണ് പിണറായി വിജയൻ പറഞ്ഞത്, ആര് എതിർത്താലും വികസനം ഉണ്ടായേ പറ്റുള്ളൂ, ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞൊരു മുഖ്യമന്ത്രി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അവിടെയാണ് പ്രയാസം. ഞാൻ വിചാരിച്ചത് പിണറായി വിജയൻ ആ നിലപാടെടുക്കുമ്പോൾ നമ്മുടെ ദേശീയപാത വികസന പദ്ധതിയെങ്കിലും മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷെ അതുപോലും അടുത്ത കാലത്ത് മുന്നോട്ട് പോകാത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം അൺപ്ലസൻറ്റ് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടി വരുന്നത് ഗവൺമെൻറ്റിന് പലപ്പോഴും. അത് എടുക്കാൻ ഒരു ചങ്കുറപ്പ് വേണം ഒരു ഗവൺമെൻറ്റിന്. അത് മുഖ്യമന്ത്രി കാണിച്ചു. പക്ഷെ എന്നിട്ട് പോലും കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് നമ്മൾ കാണുന്നു എന്നതാണ് വിഷമകരം. അവിടെയാണ് മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.